ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു ബീഫ് റെസിപ്പി ഉണ്ടാക്കലാണ്. ബീഫ് തട്ടുകട സ്റ്റൈൽ ഉണ്ടാക്കിയതാണ്, ബീഫും കൊള്ളിയും. അപ്പോൾ അതിനുവേണ്ടി ചേട്ടൻ 1 കിലോ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല മഴ കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ തന്നെ വെക്കാമെന്ന് കരുതുന്നത്, നാളത്തേക്ക് കൊണ്ടുവന്നതാണ്. പക്ഷേ ഞങ്ങൾ ഇന്ന് തന്നെ വെച്ചു. അപ്പോൾ ആൾ എനിക്ക് ബീഫൊക്കെ നുറുക്കി തന്ന ആ സമയം ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല, കുരുമുളക് പൊടി കുറച്ചധികം, ഇത്രയും സാധനങ്ങളിട്ടൊന്ന് നല്ലോണം ചൂടാക്കി പകുതി പൊടി ബീഫിലേക്കും പകുതി ഞാൻ മാറ്റിയും വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ചേട്ടൻ ഇവിടെ എനിക്ക് കൊള്ളിയൊക്കെ നന്നാക്കി തന്നിട്ട് കപ്പക്കിഴങ്ങ് കേട്ടോ. പിന്നെ ആ സമയത്ത് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കുട്ടികളാണ് എനിക്ക് എല്ലായിടത്തിലും വെച്ച് തരുന്നത്. അതിൻ്റേതായ സ്ഥാനങ്ങളിൽ എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് രണ്ടാളും കൂടിയിട്ട്. പിന്നെ നമുക്ക് കറി വെക്കുന്നതിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ച് ബീഫ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 15 അല്ലെങ്കിൽ ഒരു മാക്സിമം അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേവിച്ചാൽ മതി. ഒരു 15 മിനിറ്റ് അപ്പോൾ ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ ഇതിൽ അടുപ്പിൽ ഞാൻ ചീനച്ചട്ടി വെച്ചു. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പച്ചമുളകില്ല കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും സവാളയോ ഒക്കെ കൂടി അതൊക്കെ ചതച്ച് നല്ലോണം പച്ചമണം മാറിയതിന് ശേഷം സവാള ചേർത്തു. സവാളയ്ക്ക് ശേഷം ഞാൻ ഒരു 10-15 ചെറിയുള്ളിയും കൂടിയിട്ട് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ല ബ്രൗൺ കളർ ആവുന്നേരം നന്നായിട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മൾ മാറ്റി വെച്ച നമ്മുടെ മസാലപ്പൊടികൾ അതിനകത്തേക്ക് ചേർക്കുകയാണ്. ഓൾറെഡി വറുത്ത് വെച്ച മസാലപ്പൊടികൾ. പിന്നെ കുറച്ചും കൂടി മീറ്റ് മസാലയും ഞാൻ അതിനകത്ത് ചേർക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുക്കർ ഞാൻ അവിടെ ഒരു 6 വിസിൽ അടിക്കാൻ വെച്ചിട്ടുണ്ട്. ബീഫിൻ്റെ വേവ് ഞാൻ സാധാരണ 6 അടിക്കാറുള്ളത്. അപ്പോഴത്തേക്ക് നല്ല വെന്ത് കിട്ടും. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല നന്നായിട്ട് സെറ്റായി വരുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് തിളപ്പിച്ചിട്ട് മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് നമ്മൾ കുക്കറിൻ്റെ വിസിലെല്ലാം മാറി ബീഫ് നല്ല സെറ്റായി വന്നപ്പോൾ ആ ബീഫിൻ്റെ വേവിച്ച വെള്ളം കൂടി നമ്മൾ ചേർത്തിട്ട് കറി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട്. ഇതിനിപ്പോൾ വരട്ടണമെന്നുണ്ടെങ്കിൽ ഇത് അടുപ്പത്ത് കിടന്ന് നല്ലോണം ഇളക്കി വരട്ടി എടുത്താൽ മതി. ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്ത നമ്മുടെ പ്രക്രിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചേട്ടൻ തട്ടുകടയിൽ എടുക്കുന്ന പോലെ ആ ഒരു പ്ലേറ്റിൽ കപ്പയും വെച്ച് ആൾ മണത്തിട്ട് തന്നെ സൂപ്പറാന്ന് പറഞ്ഞു. തിന്നുന്നതിന് മുന്നേ അടിപൊളി ഉണ്ടെന്ന് പറഞ്ഞ് എന്നോട് സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവരും നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് വ്യൂസൊക്കെ വളരെ കുറവാണ്. നിങ്ങൾ വേണം അതൊക്കെ മാറ്റിത്തരാൻ വേണ്ടി എൻ്റെ ചാനൽ സപ്പോർട്ട്